أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾ ഓരോ സമയത്തിലും സന്ദർഭത്തിലും അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും വലിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് റബ്ബിന് നന്ദി കാണിച്ച് അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സന്താനങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയില്ലെങ്കിൽ സന്താനങ്ങൾ നമുക്കുണ്ടാവുകയില്ല. സൂറത്ത് ശൂറയിലെ 49-50 ആയത്തുകൾ, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാഥ. അല്ലാഹുവിനുള്ളതാണ് ആകാശഭൂമികളുടെ അധികാരം. അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാഥ. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുന്നു. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ പ്രസവിക്കാത്ത ആളുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത്. അള്ളാഹുവിന്റെ ഇച്ഛയാണ്, അള്ളാഹുവിന്റെ മശീഅത്താണ്, ഉദ്ദേശമാണ്. അതനുസരിച്ചാണ് നടക്കുന്നത്. നമുക്കൊരു ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പെൺകുഞ്ഞിനെ നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നത് ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ, നമുക്ക് ലഭിച്ചത് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിനെ അനുഗ്രഹമായി മനസ്സിലാക്കാനും അതിന് നന്ദിയുള്ളവരായി മാറാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ പറഞ്ഞാൽ ആൺകുട്ടികളെ കിട്ടിയവൻ ഭാഗ്യവാനും പെൺകുട്ടികൾ മക്കളായി ലഭിച്ചവർ ദൗർഭാഗ്യവാന്മാരുമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ചിലരെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും പെൺകുട്ടികളോട് വിവേചനം കാണിക്കുന്ന ഒരു രീതി ആളുകളുടെ മക്കളോടുള്ള സമീപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇസ്ലാം കടന്നു വരുന്ന കാലം സ്ത്രീകളെ അങ്ങേയറ്റം അവഗണിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് മതം കടന്നു വരുന്നത്.
അല്ലേ? ജനിച്ചു വീണ കുഞ്ഞു പെണ്ണാണെങ്കിൽ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം ഒരുപക്ഷെ പല രൂപത്തിലും പല രീതിയിലും പ്രായമേറെ ചെല്ലുവോളം തന്റെ പെൺകുഞ്ഞിനെ മറച്ചുവെച്ച് ജീവിക്കാൻ അനുവദിച്ച് ആ കുഞ്ഞിന് തിരിച്ചറിവുണ്ടായ കാലമായപ്പോ വീണ്ടും അയാളുടെ ഉള്ളിൽ ഒരു അപമാന ഭാരം പേറി കുഞ്ഞിനെ കൊണ്ടുപോയി കുഴി എടുത്ത് അതിലേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞ കരളലിയിക്കുന്ന കഥകൾ ജാഹിലിയത്തിലെ അറബികളുടെ ചരിത്രത്തിൽ നിന്ന് പല രൂപത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് അങ്ങനെ ചേർത്ത് പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ജാഹിലിയത്തിൽ പലരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞ് തന്റെ ചോരയിൽ പിറന്ന മകളെ വളർത്തി വലുതാക്കി ഉണ്ടാക്കി കുട്ടി പുറത്തിറങ്ങുന്ന സമയമാകുമ്പോ പിന്നെ ഉള്ളിലൊരു വേദനയാണ്, അപമാനമാണ്. അങ്ങനത്തെ ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ എന്താണ് ഒരു പെൺകുഞ്ഞിനെ കുറിച്ച് സൂചിപ്പിച്ചത്? ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം. ഒരു പെൺകുഞ്ഞിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കറുത്തു കരിവാളിച്ചതായി മാറുകയാണ്. പെൺകുഞ്ഞ് സന്തോഷ വാർത്തയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സ്ത്രീകളെ അത്രമേൽ അവഗണിച്ചിരുന്ന, വാപ്പാന്റെ മറ്റൊരു ഭാര്യ, വാപ്പാക്ക് സ്വന്തം ഉമ്മയില്ലാത്ത വേറൊരു ഭാര്യയുണ്ടെങ്കിൽ വാപ്പ മരിച്ചാൽ ആ ഭാര്യ മൂത്ത ആൺമക്കളുടെ അനന്തര സ്വത്തായി കരുതിയിരുന്നവരാണ് ജാഹിലിയത്തിലെ അറബികൾ. അത്രമേൽ സ്ത്രീകൾ അവഗണിച്ചിരുന്ന ആളുകൾ. ആ കാലത്താണ് ഖുർആൻ പറഞ്ഞത് ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം. പെൺകുട്ടി എന്നുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. അത് വിഷമിക്കേണ്ട ഒന്നല്ല, മുഖം ചുളിച്ചുകൊണ്ട് കേൾക്കേണ്ട വാർത്തയല്ല പെൺകുഞ്ഞിന്റെ ജനന വാർത്ത എന്ന് പറയുന്നത്. അപമാനത്തോടുകൂടി കാണേണ്ട ഒന്നല്ല തനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത, മരിച്ച സന്തോഷമാണത് എന്ന് പഠിപ്പിച്ചു. ഒരു പെൺകുട്ടിയെ ഏറ്റവും നന്നായി പരിപാലിക്കുക എന്നതിന്റെ മനോഹരമായ മാതൃക ലോകത്ത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഏറ്റവും ഉത്തമമായ മാതൃക അള്ളാഹുവിന്റെ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 4 പേര് പെൺകുട്ടികളായിരുന്നു. ആ 4 പെൺകുട്ടികളെ എങ്ങനെയാണ് പ്രവാചകൻ വളർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഏറ്റവും മനോഹരമായ പേരുകൾ കൊടുത്തു. സൈനബ് എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള പ്രവാചകന്റെ ഒരു മകളുടെ പേരതാണ്, സുഗന്ധമുള്ള ഒരു പൂവാണ്. അല്ലേ? റുഖയ്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മറ്റൊരു മകളുടെ പേരാണ്, ഉയർന്ന പദവിയുള്ളവൾ. ഉമ്മു കുൽസൂം എന്നാണ് പ്രവാചകന്റെ മറ്റൊരു മകളുടെ പേര്, നല്ല മുഖ സൗന്ദര്യമുള്ളവൾ. ഫാത്തിമ എന്നാണ് പ്രവാചകന്റെ മറ്റൊരു മകളുടെ പേര്, മുറിച്ചു മാറ്റുന്നവൾ എന്നാണ്. എല്ലാ മോശമായ സ്വഭാവങ്ങളും തന്റെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റി ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായി ജീവിക്കുന്നവൾ. മനോഹരമായ പേരുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കൾക്ക് കൊടുത്തത്. ആ പെൺമക്കളെ പ്രവാചകൻ വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ആദരവോടെ കണ്ടിരുന്നു എന്ന് പ്രവാചകന്റെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ കാണാൻ കഴിയും. നോക്കൂ, ഫാത്തിമ ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത്, പ്രവാചകന്റെ മകൾ ഫാത്തിമ പറയാണ്, വകാനത് ഇദാ ദഖലത് അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഇലൈഹ ഫഖബ്ബലഹ വഅജലസഹ ഫീ മജ്ലിസിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫാത്തിമ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വന്ന നബി എന്താ ചെയ്യുക? ഖാമ ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും. മകൾ വീട്ടിലേക്ക് വരും, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കും. ഇന്നുപോലും ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഫഖബ്ബലഹ, പ്രവാചകൻ അവളെ ചുംബിക്കും, ഉമ്മ വെക്കും. വഅജ്ലസഹ ഫീ മജ്ലിസി, അവളെ കൊണ്ടുവന്ന് പ്രവാചകന്റെ സീറ്റിലിരുത്തും. 1400 കൊല്ലം മുമ്പുള്ള കാര്യം പറയണത്, 1400 കൊല്ലം മുമ്പുള്ള സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ചെന്ന് ഉമ്മ കൊടുത്ത് തന്റെ സീറ്റിലേക്ക് ഇരുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ തന്നെ ഉദ്ധരിക്കുകയാണ്. പ്രവാചകനെ കുറിച്ചും പറയുന്നുണ്ട്, ഇദാ ദഖല അലൈഹ ഖാമത് മിൻ മജ്ലിസിഹാ, പ്രവാചകൻ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ, നബി സല്ലല്ലാഹു ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഫഖബ്ബലതുഹു, പ്രവാചകന് ഉമ്മ കൊടുക്കും. വഅജ്ലസതുഹു ഫീ മജ്ലിസിഹാ, എന്നിട്ട് പ്രവാചകനെ തന്റെ വീട്ടിൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരുത്തും. നോക്കൂ, അത്രമേൽ ആത്മബന്ധമായിരുന്നു, സ്നേഹബന്ധമായിരുന്നു ആ വാപ്പയും മോളും തമ്മിലുള്ളത്.
മക്കളോട് സംസാരിച്ചാൽ, മക്കളോട് ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചാൽ, മക്കളോടൊന്ന് അടുത്തു നിന്നാൽ അവർ തലമക്കേറോന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കന്മാർ ഇന്നുണ്ട്, ഇപ്പോഴും ഈ കാലത്തുണ്ട്. നബിയും മക്കളും അത്രമേൽ അടുത്ത, അവർക്ക് ഒരു വാപ്പാന്റെ സ്നേഹം അനുഭവിക്കാവുന്ന മക്കൾ, ഒരു വാപ്പാന്റെ വാത്സല്യം ആസ്വദിക്കാൻ കഴിയാവുന്ന മക്കൾ, മക്കളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാവുന്ന പിതാവതായിരുന്നു പ്രവാചകനും മക്കളും. നമുക്ക് ഏറ്റവും നല്ല ആളുകൾക്കാണ്, സ്വാലിഹീങ്ങൾക്കാണ് പ്രവാചകന്റെ പെൺമക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു കൊടുത്തത്. പ്രവാചകന്റെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് പ്രവാചകന്റെ 6 മക്കളും ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് ഉണ്ടായത്. 4 പെൺമക്കളും ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. നബിയുടെ നുബുവത്തിന് മുമ്പ് പിന്നെ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകൻ അബുൽ ആസ് ഇബ്നു റബീഇനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തത്. അബുൽ ആസിനെ കുറിച്ച് പറയാറുണ്ട്, വകാന ഖബ്ല ഇസ്ലാമിഹി മിൻ റിജാലി മക്കത്തിൽ മഅദൂദീന അമാനതൻ വമാലൻ വതിജാറതൻ. വിശ്വസ്തതയ്ക്ക് മക്കയിൽ പേരുകേട്ട മനുഷ്യനായിരുന്നു അബുൽ ആസ് എന്നാണ്. ആളുകൾ എന്താ അന്വേഷിക്കുക? സമ്പത്തുണ്ടോ നോക്കും, ജോലി ഉണ്ടോ നോക്കും, വരുമാനം ഉണ്ടോ നോക്കും, അല്ലേ? എത്ര കണ്ട് മെച്ചപ്പെട്ടതാണ് ഭൗതിക സാഹചര്യങ്ങൾ എന്ന് നോക്കും. പെണ്ണിനെ അന്വേഷിക്കുമ്പോഴും ആണിനെ അന്വേഷിക്കുമ്പോഴൊക്കെ അത് മാത്രമാണ് മാനദണ്ഡമാകുന്നത്. എന്നിട്ട് പ്രതിസന്ധി ഉണ്ടായി. അവസാനം എത്തുമ്പോ പറയും, അന്ന് എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി, അന്ന് എനിക്കൊരു തെറ്റുപറ്റി. അല്ലാഹുവിന്റെ റസൂൽ എന്താ നോക്കിയത്? അദ്ദേഹം നല്ല കച്ചവടക്കാരനായിരുന്നു, നല്ല സമ്പന്നനായിരുന്നു, എന്നാൽ അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു അബുൽ ആസ്. പിന്നെ പ്രവാചകൻ ഒരാളെ വിവാഹം ചെയ്തു കൊടുത്തതായിരിക്കാം, റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തതായിരിക്കാം. പ്രവാചകന്റെ സ്വഹാബിമാരുടെ പേരിങ്ങനെ എണ്ണുമ്പോ ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേരെണ്ണുന്നിടത്ത് മാത്രമല്ല, ഖുലഫാഉർ റാഷിദുകളുടെ എണ്ണം പറയുന്നിടത്ത് മാത്രമല്ല, പദവി കൊണ്ട്, മഹത്വം കൊണ്ട് സ്വഹാബിമാരിൽ ഒന്നാമനാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമനാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമനാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ലികുല്ലി നബിയ്യിൻ റഫീഖ് ഇന്ന റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. എല്ലാ നബിമാർക്കും ഒരു റഫീഖ് ഉണ്ട്, ഒരു ചങ്ങാതിയുണ്ട്. സ്വർഗ്ഗത്തിലെ എന്റെ ചങ്ങാതി ഉസ്മാനാകുന്നു. ഏറ്റവും ലജ്ജാശീലനായ മനുഷ്യൻ. മലക്കുകൾ ഉസ്മാന്റെ ലജ്ജ കണ്ട് മലക്കുകൾ ലജ്ജിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഉസ്മാൻ രക്തസാക്ഷിയായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ് റുഖയ്യ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു കൊടുത്തത്. കുറച്ചു കാലം കഴിഞ്ഞു റുഖയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് രോഗം വന്നവർ മരണപ്പെട്ടു. പ്രവാചകന്റെ അടുത്ത മകൾ ഉമ്മു കുൽസൂമിനെ വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരു പേരുണ്ട്. എന്താ? ദുന്നൂറൈൻ, രണ്ട് പ്രകാശമുള്ളവൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട 2 മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആർക്കാ വിവാഹം ചെയ്തു കൊടുത്തത്? നമുക്ക് വളരെ അറിയപ്പെട്ട ഒരു സംഗതിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 10ാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. അല്ലേ? അബൂ താലിബിന്, പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ താലിബിന് കുറെ മക്കളുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് അദ്ദേഹം. കഅബയുടെ ഖുറൈശ് ഗോത്രത്തിന്റെ തലവനാണെങ്കിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭാരം കുറക്കാൻ, പ്രാരാബ്ദങ്ങൾ കുറയ്ക്കാൻ ഒരു മകനെ പ്രവാചകൻ സ്വന്തം വീട്ടിൽ വളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. നബി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താ, ഞാനും നിങ്ങളുടെ കൂടെ കൂടട്ടെ? പാപ്പാനോട് അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങി കുറച്ചു പോയിട്ട് തിരിച്ചു പോന്നു. അങ്ങ് പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ എന്തിന് എന്റെ വാപ്പാനോട് അനുവാദം ചോദിക്കണം? കുട്ടികളിൽ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചയാൾ അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലേ? പ്രവാചകന്റെ വഹി എഴുത്തുകാരിൽ ഒരാളായിരുന്നു അലി റളിയല്ലാഹു അൻഹു. മികച്ച ഖതീബായിരുന്നു, മികച്ച സൈന്യാധിപനായിരുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ ഞാൻ ഈ സൈന്യത്തിന്റെ പതാക നാളെ നൽകും, അയാളിലൂടെ അള്ളാഹു നമുക്ക് വിജയം നൽകുമെന്ന് ഖൈബർ യുദ്ധത്തിന്റെ തലേന്നാൾ ജൂതന്മാരുടെ കോട്ട ഒളിക്കാൻ പ്രവാചകൻ ഒരാളെ ചുമതലപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് പ്രവാചകൻ പതാക നൽകി. അലി റളിയല്ലാഹു അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. പറയുന്നത് നല്ല പേരിട്ട് കൊടുത്തു. ഏറ്റവും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർക്ക്
വരന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരെ പെൺമക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറയാ വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ വീടുകൾ പ്രവാചകൻ സന്ദർശിക്കാറുണ്ടായിരുന്നു. മക്കളെ കെട്ടിച്ചു വിട്ടു, ഇതോടെ ഞാൻ ഫ്രീ ആയി, എന്റെ കാര്യം കഴിഞ്ഞു. അല്ല, പ്രവാചകൻ തന്റെ പെൺമക്കളെ സന്ദർശിക്കും, അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലും. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പരാതി പറഞ്ഞത്. ഞാൻ ജോലി ചെയ്തെന്റെ കൈ കണ്ടോ തഴമ്പ് പിടിച്ചു, എനിക്ക് പ്രയാസമാണ്, കഴിയുന്നില്ല, എനിക്കൊരു വേലക്കാരനെ വെച്ച് തരുമോ, എനിക്കൊരു ജോലിക്കാരനെ വെച്ച് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു. എന്നിട്ട് പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ, നീ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 34 തവണ അല്ലാഹു അക്ബർ പറയണം, 33 തവണ സുബ്ഹാനല്ലാഹ് പറയണം, 33 തവണ അൽഹംദുലില്ലാഹ് പറയണം. നിസ്കാര ശേഷം ചെല്ലാനുള്ള അതേ ക്രമത്തിൽ തന്നെ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ പറഞ്ഞു 100 തികക്കണം. ഇതാണ് നിനക്ക് ഒരു ഖാദിമുള്ളതിനേക്കാൾ, നിനക്കൊരു ജോലിക്കാരനുള്ളതിനേക്കാൾ, ഒരു ജോലിക്കാരിയുള്ളതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിനും ഈ ദിക്ർ ചൊല്ലാണെന്ന് പറഞ്ഞു. ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. വാപ്പ വന്നിരുന്നു, പ്രിയപ്പെട്ട നബി വന്നിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്തു പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പ എനിക്ക് 3 ദിക്ർ പഠിപ്പിച്ചു. രണ്ടുപേരും മരണം വരെ അത് തുടർന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ ആ ദിക്ർ ചൊല്ലിയിരുന്നോ? ഞാൻ ഇന്നേ വരെ ഒരിക്കൽ പോലും, ഒരു രാത്രി പോലും ആ ദിക്ർ വിട്ടുപോയിട്ടില്ല. സിഫീൻ യുദ്ധം നടന്ന അന്നോ സ്വഹാബിമാർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായി. യുദ്ധത്തിലേക്ക് എത്തിയ വല്ലാത്ത മാനസിക സംഘർഷമുള്ള ദിനരാത്രങ്ങൾ. അദ്ദേഹം പറഞ്ഞു, സിഫീനിന്റെ അന്ന് രാത്രിയും അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട പത്നിയിലൂടെ എനിക്ക് പഠിപ്പിച്ചെന്ന ആ ദിക്ർ ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പെൺമക്കളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവരെ കല്യാണം കഴിച്ചു വിട്ട എല്ലാം കഴിഞ്ഞു എന്നല്ല, അവരെ പോയി സന്ദർശിക്കും. അല്ലേ? ഒരിക്കൽ ചെന്നപ്പോ വീട്ടിൽ അലി റളിയല്ലാഹു അൻഹു ഇല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എവിടെ പോയി അലി? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായി, ഞങ്ങൾക്കിടയിൽ സംസാരമുണ്ടായി. അങ്ങനെ അദ്ദേഹം എന്നോട് ചെറിയൊരു പിണക്കത്തിലാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഗതികളാണ്. രണ്ടു മനുഷ്യരാണ്, സ്ത്രീയും പുരുഷനുമാണ്. ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അല്ലേ? അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായ പിന്നെ എന്താ ഉണ്ടാവുക? വേഗം എന്റെ മകളെ അവൻ അങ്ങനെ ചെയ്തോ എന്നാണ് മോർച്ച കൂട്ടിക്കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടാകും. പലപ്പോഴും ഇത് എരികേറ്റി കൊടുക്കുന്ന സഹോദരിമാരുണ്ടാകും. അല്ലേ? മകനും ഭാര്യയും തമ്മിലുള്ള ഇടയിൽ ഇടപെടുന്ന മകന്റെ ഉമ്മയുണ്ടാകും. ഉമ്മാക്കും മകനും ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഭാര്യമാരുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത്? നേരെ എവിടെ പോയി അന്വേഷിക്കാൻ ആളെ വിട്ടു. അലി എവിടെ പോയി? വീട്ടിൽ നിന്നിറങ്ങിയപ്പോ അലി എവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള വസ്ത്രം അങ്ങനെ നീങ്ങി, ശരീരഭാഗത്തിലുള്ള മുകൾ ഭാഗത്തുള്ള വസ്ത്രം നീങ്ങി, ശരീരത്തിൽ മണല് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപേണ വിളിച്ചു, യാ ഖും യാ അബാ തുറാബ്, മണ്ണിന്റെ വാപ്പ എഴുന്നേൽക്ക്. ഒരു തമാശ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി കൊടുത്തുന്നാണ്. പുറത്തുള്ള മണലെല്ലാം തട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോ. അതവിടെ അവസാനിച്ചു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ലളിതമായ സൗന്ദര്യ പ്രശ്നങ്ങളെ ഒരു മകളുടെ വാപ്പ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അതിനെ കൈകാര്യം ചെയ്തത് എന്നത് വല്ലാത്ത ഒരു മാതൃകയാണ്. പ്രവാചകൻ വീട് സന്ദർശിക്കും, അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചറിയും, അവരുമായി സ്നേഹം പങ്കുവെക്കും. പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ് മരിച്ചപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂമിന്റെ മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഷഹീദിനാ ബിൻതല്ലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഉമ്മു കുൽസൂം മരിച്ചതിന് ഞങ്ങൾ സാക്ഷികളായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ അലൽ ഖബർ, പ്രവാചകൻ ഉമ്മു കുൽസൂമിന്റെ ഖബറിന്റെ അടുത്ത് പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫറഅയ്തു ഐനൈഹി തജ്മഅൻ,
പ്രവാചകന്റെ 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിരുന്നു. ഒരു പിതാവിന്റെ വാത്സല്യം കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരായി ഒഴുകുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കളും തമ്മിലുള്ള, പ്രത്യേകിച്ച് പെൺമക്കളും തമ്മിലുള്ള സ്നേഹം പറയുമ്പോ, പരസ്പരമുള്ള അടുപ്പം പറയുമ്പോ ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ കൂടെ ജീവിച്ചത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. നമുക്കറിയാം അല്ലേ, നബി മരിക്കുന്നതിന് മുമ്പ് എല്ലാ മക്കളും മരിച്ചുപോയി. പ്രവാചകൻ മരിച്ചതിന് ശേഷവും ജീവിച്ച ഒരേ ഒരാളെ, അത് പ്രിയപ്പെട്ട പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമയെ പ്രവാചകൻ വിളിച്ചിരുന്ന വാക്കുപോലും എത്ര മനോഹരമാണ്. യാ ഫാത്തിമ ഫിൽദത കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ. പ്രവാചകൻ ഒരു മകളെ അഭിസംബോധന ചെയ്യാൻ, ഫിൽദത കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, നീ ദുനിയാവിൽ എന്തുവാണെങ്കിൽ എന്നോട് ചോദിച്ചോ, പരലോകത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലട്ടോ. അത് പറയുമ്പോൾ പ്രവാചകൻ ഉപയോഗിച്ച വാക്കതാണ് ഫിൽദത കബ്ദി. വേറൊരു ഭാഗത്ത് കാണാൻ കഴിയും ഫാത്തിമ ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ്, എന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണമാണ്. എന്റെ ഫാത്തിമയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. ഒരു വാപ്പയും മകളും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധമാണ് അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നത്തിൽ ഒരു 4 ആഴ്ചയിലൂടെ പറഞ്ഞു, പ്രവാചകൻ മരണത്തെ അഭിമുഖീകരിക്കുന്ന സമയം പ്രവാചകന്റെ അടുത്ത് വന്നിരുന്ന് കരയുന്ന പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത സ്വകാര്യം ചരിത്രത്തിൽ പ്രസിദ്ധമല്ലേ. ആദ്യം ഒരു വാചകം പറഞ്ഞു, ഫാത്തിമ കരഞ്ഞു. പിന്നൊരു വാചകം പറഞ്ഞു, ഫാത്തിമ ചിരിച്ചു. എന്താ കരഞ്ഞത്? ഫാത്തിമ, ഞാൻ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ്, എന്റെ ജീവിതം അവസാനിക്കുകയാണ്, ഞാൻ മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. ഫാത്തിമ ചിരിച്ചതെന്താ? ഞാൻ ഇവിടെ നിന്ന് യാത്ര പോയാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വരുന്നത്, എന്റെ കൂടെ വരുന്നത് നീയായിരിക്കും. സുഹൃത്തുക്കളെ, മരണവാർത്ത കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാപ്പയും മകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നീ എന്റെ അടുത്തേക്ക് വരാൻ പോകുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ വരും. 6 മാസം കഴിഞ്ഞ് പ്രിയപ്പെട്ട ഫാത്തിമയുടെ റളിയല്ലാഹു അൻഹ മരണമുണ്ടായി അല്ലേ. മരണവാർത്ത കേട്ടപ്പോൾ ചിരിക്കുന്ന നമ്മളോടാണെങ്കിലോ 6 മാസം കഴിഞ്ഞ, 4 മാസം കഴിഞ്ഞ, 1 കൊല്ലം കഴിഞ്ഞ മരിക്കും എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടാകുന്ന ബേജാർ എത്രയാണ്, ഭയം എത്രയാണ്. പക്ഷേ ഫാത്തിമ ചിരിക്കുകയാണ്. വാപ്പയും മകളും തമ്മിലുള്ള ബന്ധമാണത്. ഞാൻ പറയുന്നത് എന്താണ്, ഒരു പെൺകുട്ടി എന്ന നിലക്ക് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളെ 2ാം തരക്കാരായി കണ്ടിട്ടില്ല, അവരെ അവഗണിച്ചിട്ടില്ല, അവരോട് മോശമായി പെരുമാറിയിട്ടില്ല. എങ്ങനെയാണോ ആൺകുട്ടികളെ വളർത്തിയുണ്ടാക്കിയത്, എങ്ങനെയാണോ ആൺകുട്ടികളോട് പെരുമാറിയത്, അതുപോലെയാണ് പ്രവാചകന്റെ പെൺമക്കളും സ്വഹാബാ കിറാമിന്റെ പെൺമക്കളും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദീന് പഠിക്കുമ്പോ, ആരാധനകൾ പഠിക്കുമ്പോ, വിശ്വാസം പഠിക്കുമ്പോ നമ്മുടെ സാമൂഹികമായി ഇത്തരം കാര്യങ്ങളിൽ മതത്തിന്റെ നിയമം എന്ത് എന്നറിയാനും പഠിക്കാനും നമ്മൾ പരിശ്രമിക്കണം. അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അടുത്ത പ്രദേശമായ തളിയിൽ ഈ വരുന്ന ഞായറാഴ്ച 5 മണിക്ക് ഒരു വലിയ ദഅവ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിയുന്ന ആളുകളെല്ലാം അതിൽ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, മക്കൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് വിവേചനമില്ലാതെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പൊതുവിൽ ഈ കാലത്ത്, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി, സ്ത്രീകളുടെ സമൂഹത്തിലെ സ്ഥാനവും സ്ത്രീകൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന പരിഗണനയും വലിയ ചർച്ചാ വിഷയമാണ്. സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു, അവർക്ക് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന വലിയ വിമർശനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്.
പുതിയ സാഹചര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായതെന്നാണ്. സ്ത്രീകളെ സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പിൽ സ്ത്രീകളെ എണ്ണിത്തുടങ്ങിയ കാലം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വളരെ അടുത്താണ്. വോട്ടെടുപ്പ്, വോട്ട് ചെയ്യാൻ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നത് വളരെ കുറഞ്ഞ കാലമായി. ഒരു നൂറ്റാണ്ടിനിപ്പുറമൊക്കെയാണ് ചില ഇടങ്ങളിലല്ല, അല്ലെങ്കിൽ 2 നൂറ്റാണ്ടിനിപ്പുറം. എന്നാൽ പുരുഷനെ പോലെ മനുഷ്യന്റെ പകുതിയാണ് സ്ത്രീ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജനിച്ചത് ലിംഗം പെണ്ണിന്റേതാണ് എന്നുള്ളത് കൊണ്ട് ഒരു നിലക്കുമുള്ള അവഗണന ഉണ്ടാകാൻ പാടില്ല എന്ന് കണിശമായി മതം പറഞ്ഞു. അങ്ങനെ വിവേചനമില്ലാതെ പെൺകുട്ടികളെ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഹദീസ് കാണാം, മൻ ആല ഇബ്നതൈനി ഔ സലാസൻ ഔ ഉഖ്തൈനി ഔ സലാസൻ. ഒരാൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായി, ആ 2 പെൺകുട്ടികളെ അയാൾ നന്നായി നോക്കി പരിപാലിച്ചു. അല്ലെങ്കിൽ 3 പെൺകുട്ടികൾ ഉണ്ടായി, അല്ലെങ്കിൽ 2 സഹോദരിമാരുണ്ടായി, അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ടായി. ആ ആളുകളെ, അവരെ 2 സഹോദരിമാരെ അല്ലെങ്കിൽ 2 പെൺകുട്ടികളെ നന്നായി നോക്കി വളർത്തിയാൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറയാണ്, കുന്തു അന വഹുവ ഫിൽ ജന്നതി കഹാതൈൻ. പ്രവാചകൻ തന്റെ നടുവിരലും ചുണ്ടുവിരലും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും അയാളും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. അള്ളാന്റെ റസൂലിന്റെ കൂടെയായിരിക്കും സ്വർഗത്തിൽ. ആരാണ്? 2 3 പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവരെ നോക്കി വളർത്തിയാൽ, അല്ലെങ്കിൽ 2 3 സഹോദരിമാരുണ്ടായിട്ട്, സ്ത്രീകൾ സഹോദരിമാരുണ്ടായിട്ട് അവരെ നോക്കി പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ ആളുകൾ, അവർ സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെയായിരിക്കും. അള്ളാന്റെ റസൂലിന്റെ കൂടെയായിരിക്കും. ഉയർന്ന പദവിയാണ് പ്രവാചകന്റെ കൂടെ കിട്ടുക എന്നുള്ളത്. അത്രമേൽ മതം ആ വിഷയത്തെ പഠിപ്പിച്ചു എന്നാണ്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കാൻ, മതം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ല, അവരെ ചെറുപ്പത്തിലേക്ക് കെട്ടിച്ചുവിടുന്നു, അവരെ ജോലിക്ക് പോകാൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെ മതം വിലക്കിയിട്ടുണ്ടോ? സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പാടില്ലെന്ന് മതം പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ലെന്ന് മതം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിൽ ആരാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നത്, മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നത് വ്യക്തമാണ്. ഒരു കാലത്ത് മുസ്ലിം സ്ത്രീകൾ എന്നല്ല, ഒരു സ്ത്രീകൾ സ്കൂളിൽ പോകാത്ത കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാ സമൂഹവും മാറ്റങ്ങൾ ഉണ്ടായപ്പോ കേരളത്തിലും മുസ്ലിം നേതൃത്വം ആ മാറ്റങ്ങളുടെ മുന്നിൽ നിന്നു. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കി, കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളും എടുത്തു നോക്കി, എത്ര വിമൻസ് കോളേജുകളുണ്ട്, എത്ര പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇവരൊക്കെ പറയുന്നതിനേക്കാൾ ഉയർന്ന നിലപാടാണ് ജോലിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീക്ക് ജോലിക്ക് പോകാമെന്ന് മതം പറയുന്നു, സ്ത്രീക്ക് കച്ചവടം ചെയ്യാമെന്ന് മതം പറയുന്നു, സ്ത്രീക്ക് സമ്പാദിക്കാമെന്ന് മതം പറയുന്നു. സമ്പാദിക്കാമെന്ന് മാത്രമല്ല, ആ സമ്പാദ്യം അവളുടേതു മാത്രമാണ് എന്ന് ഇസ്ലാം കണിശമായി പഠിപ്പിക്കുന്നു. ഭർത്താവിന്റെ സമ്പാദ്യമോ, ഭർത്താവിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭാര്യയുടെ ചെലവ് അയാളുടെ ഉത്തരവാദിത്തമാണ്. മക്കളെ നോക്കി വളർത്തുക, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ചികിത്സ, മക്കളുടെ വസ്ത്രം, മക്കളുടെ ഭക്ഷണം ആരുടെ ഉത്തരവാദിത്തമാണ്? വാപ്പാന്റെ ഉത്തരവാദിത്തമാണ്, ഉമ്മാന്റെ ഉത്തരവാദിത്തമല്ല. സ്ത്രീക്ക് സമ്പാദിക്കാമെന്ന് മാത്രമല്ല, ആ സമ്പാദിച്ചതിൽ നിന്ന് 1 രൂപ പോലും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നില്ല എന്നാണ് മതം പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്തു നോക്കിയാല് ലോകത്തെ വലിയ വലിയ വഖഫ് ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. വലിയ വഖഫ് സ്വത്തുക്കൾ ചരിത്രത്തിലെ വലിയ പലതും സ്ത്രീകളുടേതാണ്. അവരെടുത്ത് വലിയ സമ്പാദ്യമുണ്ട്, അവർക്ക് ചെലവൊന്നുമില്ല, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നു. ഇനി ഇവിടെ സ്ത്രീകളുടെ ജോലിക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഭാര്യ ജോലിക്ക് പോകും, ATM കാർഡ് ഭർത്താവിന്റെ അടുത്തായിരിക്കും, അല്ലേ? ഭാര്യ ജോലിക്ക് പോകും, UPI പിൻ നമ്പർ ഭർത്താവിന്റെ അടുത്തായിരിക്കും. ഭാര്യക്ക് എന്താ പല ഉത്തരവാദിത്തങ്ങളും അധികാര സ്ഥാനങ്ങൾ ഉണ്ടാകും. പിൻ സീറ്റിലിരുന്നത് ഡ്രൈവ് ചെയ്യുന്നത് ഭർത്താവായിരിക്കും. ആ വക കാപട്യമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്.
അല്ലേ? അത്തരം തരം താഴുന്ന കപട സ്ത്രീ മോചനമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ വാപ്പയുടെ സംരക്ഷണത്തിലാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ തന്റെ യൗവനത്തിൽ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ വാർദ്ധക്യത്തിൽ മക്കളുടെ സംരക്ഷണത്തിലാണ്. ഏറ്റവും അധികം കടമയുള്ളത് ആരോട് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്. അപ്പൊ പറയാണ്, ഞങ്ങൾക്ക് സംരക്ഷണമല്ല വേണ്ടത്, നിങ്ങൾ ഈ സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കുന്നു, അവരെ നിങ്ങൾ തുറന്നു വിടുന്നാണ്. ധാരാ പറയണത്? പുരുഷന്മാരാ പറയാ. സംരക്ഷണമല്ല, അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടത്. സ്ത്രീകൾ എന്താ പറഞ്ഞ? ഒരു സ്ത്രീ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ശരിക്കും പരിഗണനയാണ്, കെയറിംഗ് ആണ്. ഒരു സ്ത്രീയുടെ മനസ്സ് സംതൃപ്തമാകുന്നത് കെയറിങ്ങിലൂടെയാണ്. ഭർത്താവിന്റെ, മാതാവിന്റെ, പിതാവിന്റെ, സഹോദരങ്ങളുടെ, മക്കളുടെ ഉയർന്ന പരിഗണന ലഭിക്കുന്നിടത്താണ് ഒരു സ്ത്രീ മാനസികമായി സംതൃപ്തയാകുന്നത്. മറ്റതൊക്കെ വാദങ്ങൾക്ക് വേണ്ടി പറയാം, വാദിച്ച് തോൽപ്പിക്കാൻ വേണ്ടി, ഇല്ലാത്ത പ്രചരിപ്പിക്കാൻ. ഞാൻ പറഞ്ഞത്, മതം യഥാർത്ഥത്തിൽ ഉന്നതമായ പദവി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. എന്താ പറഞ്ഞത്? മൻ കാന ലഹു സലാസു ബനാത്തിൻ യുഅദ്ദിബുഹുന്ന വയർഹംഹുന്ന വയുകഫിലുഹുന്ന. ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടായി. ആ 3 പെൺമക്കളെ നല്ല സംസ്കാരം പഠിപ്പിച്ചു അയാൾ. ആ 3 പെൺമക്കളോട് അയാൾ കരുണ കാണിച്ചു. ആ 3 പെൺമക്കളെ അയാൾ പോറ്റി വളർത്തി. എന്നാൽ വജബതു ലഹുൽ ജന്നത്തുൽ ബഖ, ഉറപ്പാണ് അയാൾക്ക് സ്വർഗ്ഗം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഫഇൻ കാനതാ ഇത്നതൈൻ, പ്രവാചകരെ 3 എണ്ണല്ലേ പറഞ്ഞത്, 2 എണ്ണാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആണെങ്കിലും ഈ പറഞ്ഞത് അവൾക്ക് കിട്ടും, അവനക്ക് കിട്ടും. 2 പെൺകുട്ടികളെ കാരുണ്യം കാണിച്ച് പോറ്റി വളർത്തിയാൽ, നല്ല സംസ്കാരം പഠിപ്പിച്ച് വളർത്തിയുണ്ടാക്കിയാൽ സ്വർഗ്ഗമുറപ്പ് എന്ന പ്രവാചകൻ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്ന, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് നബിയെ ഒരു മകളാണെങ്കിലോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ നബി ഒരു പക്ഷേ 1 എന്ന് ഒരു പെൺകുട്ടിയെ വളർത്തിയാലും ഇത് കിട്ടുമെന്ന് പറയുമായിരുന്നു. അതാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന പരിഗണന എന്നാണ്. സുഹൃത്തുക്കളെ, ഇത് ആൾക്കാരോട് വാദിച്ച് ജയിക്കാനും ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിവേചനമില്ലാതെ വളർത്താൻ നമുക്ക് പറ്റണം. ആൺമക്കൾക്ക് പ്രത്യേക പരിഗണനയും പെൺകുട്ടികൾ അവഗണിക്കുകയും ചെയ്യുക. കെട്ടിച്ചു വിട്ടാൽ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിടുക എന്നൊരു ശരിയായ മതപരമായി ശരിയായ രീതിയല്ല. അതൊക്കെ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അള്ളാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك المشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.